പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് MT വാസുദേവൻ നായരുടെ ഒരു കഥയാണ്. രാജി എന്നാണ് കഥയുടെ പേര്. ശങ്കു പണിക്കർ തൻ്റെ സുദീർഘവും സേവന സമ്പൂർണവുമായ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചിരിക്കുന്നു. നിങ്ങളുടെ ലേഖകൻ പ്രസ്തുത മാന്യദേഹവുമായി ഒരു അഭിമുഖ സംഭാഷണം നടത്തിയപ്പോഴാണ് ഈ വാർത്ത ഔപചാരികമായി അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഇവിടുത്തുകാർ ഭയാശങ്കകളോടെയാണ് ഈ വാർത്ത സ്വീകരിച്ചിരിക്കുന്നത്. കള്ളുഷാപ്പ് പങ്ങോട, കലാലയക്കളത്തിൽ കുടമ്മാൻ, വടക്കേ വീട്ടിൽ ശേഖരൻ നായർ എന്നീ നാട്ടുപ്രമാണിമാർ ശ്രീ പണിക്കരുടെ തീരുമാനം ഒന്നുകൂടി പുനരാലോചിക്കേണ്ടതാണെന്ന് അദ്ദേഹത്തെ അറിയിച്ചു കഴിഞ്ഞു. വമ്പിച്ച ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ കൂടി ഇന്ന് നാട്ടുകാർ തയ്യാറായി നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇതൊരരക്ഷിതാവസ്ഥയ്ക്ക് തന്നെ വഴി തെളിയിക്കുമെന്നും അതുകൊണ്ട് ശ്രീ പണിക്കർ വീണ്ടും പ്രവർത്തനം തുടരണമെന്നുമാണ് ശക്തിയായ ബഹുജനാഭിപ്രായം. മന്ത്രവാദിയും ജ്യോത്സ്യനും മഷിനോട്ടം എന്ന അതിനിഗൂഢ വിദ്യ അറിയുന്ന ആളുമാണ് ശ്രീ ശങ്കു പണിക്കർ എന്ന് ഈ അവസരത്തിൽ പ്രസ്താവിച്ചു കൊള്ളട്ടെ. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് പുഴങ്കരക്കാവിൽ സൈന്യം കയറാതെ അതിനെ കാത്തുരക്ഷിച്ച പരേതനായ ഇട്ടിരാരിശപ്പണിക്കരെ ചരിത്രത്തിന് ഒരുപക്ഷെ അറിവുണ്ടാവില്ല. പക്ഷെ ഇവിടുത്തെ പ്രായം ചെന്ന തലമുറയ്ക്കും പുഴങ്കര ദേവിക്കും അദ്ദേഹത്തെ മറക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ സീമന്തപുത്രനും ശിഷ്യനുമായിരുന്ന രാമപ്പണിക്കരെ പറ്റി ഈ ലേഖകൻ മുമ്പൊരവസരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണല്ലോ. കൂട്ടത്തിൽ പറയട്ടെ, പ്രസ്തുത രാമപ്പണിക്കർ ചത്ത കോഴിയെ പറപ്പിച്ചിട്ടുണ്ട്, കടിച്ച പാമ്പിനെ വരുത്തി കൊത്തിച്ചിട്ടുണ്ട്. രാമപ്പണിക്കരുടെ സ്നേഹവും ഗുരുത്വവും വിജ്ഞാന സമ്പത്തും മുഴുവൻ നേടാൻ സാധിച്ച ശ്രീ ശങ്കു പണിക്കർ ഇന്നാട്ടുകാരുടെ സാംസ്കാരിക, സാമൂഹ്യ, കലാ, രാഷ്ട്രീയ ജീവിത മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനത ചെലുത്തിയിരുന്നു. ഇത്രയും ആനുഷംഗികമായി പത്രാധിപർ കുറിപ്പ് വാക്ക് ശരിയാണോ എന്ന് ആപ്പീസിൽ നിഘണ്ടുവിൽ നോക്കുന്നത് നന്ന് പ്രസ്താവിച്ചതാണ്. ശങ്കു പണിക്കർ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ചു. തൻ്റെ കൊച്ചു ഗൃഹത്തിനകത്തെ ഈശ്വര ധ്യാനത്തിലും ആത്മോദയത്തിലും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിലും മാത്രം ശ്രദ്ധ പതിപ്പിച്ച് ശേഷിച്ച ജീവിതകാലം കഴിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ ഭയവും ഉത്കണ്ഠയും ഒട്ടും അസ്ഥാനത്തല്ല. പിശാചുക്കൾ ധാരാളമായി ഇവിടെ സ്ത്രീ പുരുഷന്മാരെ ബാധിക്കുന്നുണ്ട്. കരുവാൻ ശങ്കരന്റെ ഭാര്യയ്ക്ക് ഇത് 10ാം മാസമാണ്. തീരെ അരക്ഷിതാവസ്ഥയിലാണ്. ആ പാവപ്പെട്ട സ്ത്രീ എന്ന് മനസ്സിലാക്കാൻ പ്രയാസവുമില്ല. ചുടലഭദ്രകാളി, ഒടിഭൈരവൻ എന്നീ നീചമൂർത്തികളും ബ്രഹ്മരക്ഷസ്, പൂമാല ഗന്ധർവൻ എന്നീ ഉത്തമ മൂർത്തികളും അവരെ ബാധിച്ചിട്ടുണ്ട്. ശങ്കരൻ ശ്രീ പണിക്കരെ ഇന്ന് കാലത്ത് വീണ്ടും സമീപിച്ചുവെന്നും തൽക്കാലം തൻ്റെ തീരുമാനത്തെ മാനിച്ച് അദ്ദേഹം ഇതിൽ ഇടപെടുന്നില്ലെന്നുമാണ് അയാളെ അറിയിച്ചത്. ഇതാണ് ഏറ്റവും ഒടുവിലുണ്ടായ സംഭവ വികാസം. ഇവിടുത്തുകാർ പരസ്പരം എന്തെങ്കിലും അസുഖമുണ്ടായാൽ പകപോക്കുന്നത് ദുർമന്ത്രവാദം ചെയ്താണ്. നിങ്ങളുടെ ലേഖകനെ ചില തൽപര കക്ഷികളുടെ വരുതിക്ക് നിന്നില്ലെന്ന കാരണത്താൽ ദുർമാർഗികളും അക്രമികളും 2 വിശേഷണങ്ങൾ കൂടി ഇവിടെ ചേർക്കാം. കള്ളാടിമുത്തൻ മാട്ടിയത് ഇത്തരുണത്തിൽ ഓർക്കുന്നുണ്ടാകും. 1 മാസമാണ്. കാലിൻ്റെ മടമ്പ് വഴുത്തു കിടന്നത്. ഒരു കോഴിമുട്ടയും 4 വാര കറുപ്പു നൂലുമുണ്ടെങ്കിൽ മന്ത്രം ജപിച്ചു കിട്ടിയ ആളെ ദ്രോഹിക്കാനോ വേണമെങ്കിൽ വധിക്കാൻ തന്നെയോ സാധിക്കുന്ന താണതരം മന്ത്രവാദികൾ ഇവിടെയുണ്ട്. ഇവരുടെ കുൽസിത വൃത്തികളിൽ നിന്ന് നാടിനെയും നാട്ടാരെയും രക്ഷിച്ചിരുന്നത് ശ്രീ ശങ്കു പണിക്കരാണെന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്. അദ്ദേഹം ദുർമന്ത്രവാദം ചെയ്തതായി കേട്ടുകേൾവിയില്ല. മന്ത്രവാദം എന്ന ശാസ്ത്രത്തിൽ തന്നെ ഉത്തമം, മധ്യമം, അധമം എന്നീ 3 വിഭാഗങ്ങളുണ്ട്. ഉത്തമ വിഭാഗത്തിൽപ്പെടുത്താൻ സർവ്വതാ യോഗ്യതയുള്ളതാണ് ശ്രീ പണിക്കരുടെ പ്രവൃത്തികൾ. സുദർശനമാണ് അദ്ദേഹത്തിൻ്റെ പത്മം. കോഴിയെ അറുത്ത് ചോര ചിന്തുകയോ മദ്യം ഉപയോഗിച്ച് ബാധകളെയും ഭൂതങ്ങളെയും പ്രീതിപ്പെടുത്തുകയോ പതിവില്ല. അദ്ദേഹത്തിൻ്റെ വരായുധം എഴുത്താണി ഒന്നു മാത്രമാണ്. 30 മുക്കോടി ദേവതകളും 3332 പിശാചുക്കളും ആ എഴുത്താണിത്തുമ്പിനെ ഭയപ്പെട്ടിരുന്നു. ശ്രീ ശങ്കു പണിക്കർ പൊടുന്നനെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പിന്മാറാനിടയായതിൻ്റെ കാരണം ഇനിയും വ്യക്തമല്ല. എങ്കിലും നിങ്ങളുടെ ലേഖകന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ട് ഏതാനും സംഗതികൾ ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവ താഴെ ചേർക്കുന്നു. ഇതൊരു സ്കൂപ്പായി കണക്കാക്കണമെന്ന് പ്രത്യേക അപേക്ഷയുണ്ട്. ഒരു പത്രപ്രവർത്തകന്റെ ആത്മകഥ എന്ന പേരിൽ ഭാവിയിൽ ഈ ലേഖകൻ എഴുതിയേക്കാവുന്ന ലേഖന പരമ്പരയിൽ ഇത് 1ാമത്തേതായിരിക്കും. ഇവിടുത്തെ ഒരു പഴയ തറവാടായ തെക്കേടത്ത് വീടും തൊട്ടടുത്തുള്ള പുളിയൻകണ്ടത്ത് വീട്ടുകാരും തമ്മിൽ കുറച്ചുകാലമായി നല്ല സുഖമില്ല.
പാരമ്പര്യവും പ്രസിദ്ധിയും തെക്കേടത്തുകാർക്ക് കൂടും. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് സാമ്പത്തിക സ്ഥിതി കൂടുതലുള്ളത് പുളിയൻകണ്ടത്താണ്. പുളിയൻകണ്ടത്തുകാരുടെ തറവാടിത്തത്തെ തെക്കേടത്തെ കാരണവർ ഇനിയും അംഗീകരിച്ചിട്ടില്ല. ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് മുളച്ച തകര എന്ന് പുളിയൻകണ്ടത്തെ അപമാനിച്ചുകൊണ്ട് തെക്കേടത്തുകാർ പലപ്പോഴും പറയാറുള്ളതാണ്. രണ്ടു വീട്ടുകാരുടെയും പുരയിടങ്ങളെ വേർതിരിക്കുന്ന മതിൽ 6 അടി പൊക്കമുള്ളതാണ്. നാട്ടുകാർ തെക്കേടത്തുകാരുടെ ഭാഗത്താണ്. അല്പം ചില അവസരവാദികൾ പുളിയൻകണ്ടത്തുകാരുടെ പിറകിൽ ഇല്ലെന്നില്ല. പുളിയൻകണ്ടത്തുകാർ പിശുക്കന്മാരാണ്. പുളിയൻകണ്ടത്തെ മൺമറഞ്ഞു പോയ കാരണവരെ സംബന്ധിച്ച് പറയാനുള്ള ഒരു കഥ അല്ല സംഭവം അതുകൂടി പറഞ്ഞാലേ അവരുടെ പിശുക്കും സങ്കുചിത മനോഭാവവും വ്യക്തമാവുകയുള്ളൂ. 4 നാഴിക ദൂരത്തുള്ള വയലിൽ പോയി ഉച്ചവരെ പണിയെടുത്ത ശേഷം അന്നത്തെ കാരണവർ തിരിച്ചു നടന്ന് വീട്ടിലെത്തി. പെങ്ങൾ ഭക്ഷണം വിളമ്പി. ഒരു പ്ലാവിലെ കഞ്ഞി അകത്താക്കിയ ശേഷം കാരണവർ പെട്ടെന്ന് എന്തോ ഓർത്ത് ചാടി എഴുന്നേറ്റു. കഞ്ഞി അടച്ചു വെക്കാൻ പെങ്ങളോട് കൽപ്പിച്ചു. നേരെ അദ്ദേഹം നടന്നു. ഉച്ചവെയിലിൽ പാടത്ത് പോയി തിരിച്ചെത്തി. തളർന്നു വിവശനായ അദ്ദേഹം കഞ്ഞിക്കിണ്ണത്തിന്റെ മുമ്പിൽ വീണ്ടും ഇരുന്നപ്പോൾ പെങ്ങൾ ചോദിച്ചു അത്രേ, ഓപ്പോ എവിടേക്കേ പോയിരുന്ന്? ഞാനേ പാടത്ത് പൈങ്ങടക്കട 2 കഷ്ണം മറന്നു വെച്ചിരുന്നു, അതെടുക്കാനേ. ഇതാണ് സംഭവം. അങ്ങനെ പിശുക്കി കാശുണ്ടാക്കിയവരാണ് പുളിയൻകണ്ടത്തുകാർ. പ്രധാന സംഭവങ്ങളിലേക്ക് ലേഖകൻ കടക്കുന്നതേയുള്ളൂ. 2 ആഴ്ചകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ കന്നി 3-ാം തീയതി, തെക്കേടത്ത് കാരണവരുടെ ഇളയ കുട്ടിക്ക് ഒരു ഛർദി തുടങ്ങി. ചോരയാണ് ഛർദിച്ചത് 3 വട്ടം. 4ാമത് വായ തുറന്നപ്പോഴേക്കും കഷ്ടം, കുഞ്ഞിന്റെ ജീവൻ പോയിരിക്കുന്നു. ഈ ദാരുണ സംഭവം ഇവിടത്തുകാരെ നടുക്കിക്കളഞ്ഞു. ഇതിന്റെ പിന്നിൽ പുളിയൻകണ്ടത്തെ കാരണവരുടെ കൈ ഉണ്ടാകുമെന്ന് ഈ ലേഖകരടക്കമുള്ള ആളുകൾ ഇന്നും വിശ്വസിക്കുന്നു. ശ്രീമാൻ ശങ്കുപണിക്കർക്ക് ആളയച്ചു. അദ്ദേഹം വന്ന് രാശി വെച്ചപ്പോൾ കാര്യം വ്യക്തം. ദുർമന്ത്രവാദവും കുളിച്ചു പ്രാർത്ഥനയുമുണ്ട്. മാത്രമല്ല, രാശി വെക്കുന്ന സമയത്ത് മന്ത്രവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുർമൂർത്തികളെ അയക്കാനാണ് ഭാവം. ശങ്കുപണിക്കർ താക്കീതു ചെയ്തു. ഇവിടുന്നേ അതുകൊണ്ടൊന്നും ആയില്ല, ആപത്ത് ഇനിയും വരും. കാരണവന്മാർ നടുങ്ങി, കാര്യസ്ഥൻ നടുങ്ങി, അകത്ത് സ്ത്രീകൾ നടുങ്ങി. തറവാട്ടിലമ്മ ബോധം കെട്ടു വീണു. ബഹുജനങ്ങൾ രോഷാകുലരായി. പുളിയൻകണ്ടത്തെ തറവാട് കൂറ്റിയാറ്റ് നശിക്കണം, നാട്ടുകാർ അഭിപ്രായപ്പെട്ടു. അത് നശിക്കണം, എല്ലാവരും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പുളിയൻകണ്ടത്ത് നശിക്കണം. ശങ്കുപണിക്കരെ ഭാരമേൽപ്പിച്ചു. ശങ്കുപണിക്കർ മാരകമായ മാർഗങ്ങൾ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഇത് തെക്കേടത്തെ ആവശ്യം മാത്രമല്ല, 100 കണക്കിൽ 1000 കണക്കിൽ നാട്ടുകാരുടെ ആവശ്യമാണ്. അധർമ്മത്തെ എന്തുപയോഗിച്ചും ചെറുക്കണം, നശിപ്പിക്കണം. അതാണ് ധർമ്മം, അതാണ് അഹിംസ. ശ്രീ ശങ്കുപണിക്കർ ഇന്നാട്ടുകാരുടെ ഭാഗ്യ അതിരേകം കൊണ്ടെന്ന് പറയട്ടെ സമ്മതിച്ചു. അതിലിടയ്ക്ക് നിഗൂഢമായ ഒരന്വേഷണം നടത്തി. പുളിയൻകണ്ടത്തെ മതിൽക്കെട്ടിനകത്ത് നടക്കുന്നത് എന്താണ്? കരിങ്കല്ലുമറ തകർക്കണം. അവിടേക്ക് ഈ ലേഖകനോ മറ്റു ബഹുജന പ്രതിനിധികൾക്കോ പ്രവേശനമില്ല. പക്ഷേ ഞങ്ങളുടെ പരിശ്രമ ഫലമായി സത്യം വെളിയിൽ വന്നു. അവിടെ ഒരു മന്ത്രവാദി കയ്യാലയ്ക്കകത്തിരുന്ന് ഹോമം ചെയ്യുന്നു. ആൾ വിദേശിയാണ്. ചെയ്യുന്ന പ്രവൃത്തികൾ അധമത്തിൽ അധമവുമാണ്. വിദേശീയനായ മന്ത്രവാദിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ. പേർ കോവുണ്ണി എഴുത്തച്ഛൻ. കല്ലടിക്കോട്ട് നീലിയെ പഠിച്ച് സേവിച്ചതാണ്. ആഭിചാരം ചെയ്ത് അനേകം മനുഷ്യരെ കൊന്ന ചരിത്രമുണ്ട്. തെക്കേടത്തെ കയ്യാലയിൽ ശങ്കുപണിക്കർ പത്മമിട്ടു. ഹോമകുണ്ടം കുത്തി ഭയങ്കരമായ കർമ്മങ്ങൾ ആരംഭിച്ചു. ആശാനെ 18 അടവ് നോക്കണം. അവൻ്റെ 3 പിള്ളേരുടെയും കഥ തീരണം. കാരണവന്മാർ കൽപ്പിച്ചു. അടിയൻ. ശങ്കുപണിക്കർ സമ്മതിച്ചു. ഗുരുസി കുറുക്കി കഴിഞ്ഞു. പുളിയൻകണ്ടത്തെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ചാരൻ വന്ന് വിവരം അറിയിച്ചു. ഒന്നുമില്ല. അവിടെ ഈയം ഉരുക്കണു. ഈശ്വരാ, പേടിക്കണ്ട, കാഞ്ഞിര മുട്ടിയെടുക്ക്. ശങ്കുപണിക്കർ കാഞ്ഞിര പ്രതിമയിൽ ആണികൾ മന്ത്രം ജപിച്ച് ആഞ്ഞാഞ്ഞടിച്ചു. ഫലമുണ്ടോ? ഇല്ല. അപ്പുറത്ത് ചെമ്പ് തീയിലിട്ടിരിക്കുന്നു. ഒരു കോഴിമുട്ട എടുക്ക്. കന്നിക്കോഴിയുടെ മുട്ട. കന്നിക്കോഴിയുടെ മുട്ട വന്നു. മന്ത്രങ്ങൾ ജപിച്ചു. തോടിൽ ചിത്രപ്പണി ചെയ്ത തീയിലിട്ട് വെട്ടി. ഇല്ല. പുളിയൻകണ്ടത്തെ പിള്ളേർക്ക് ജലദോഷം പോലുമില്ല. കോഴിത്തല വന്നു. ഫലമില്ല. അപ്പുറത്ത് തകിട് എഴുതുകയാണത്രേ. ആട്ടിൻ തല വന്നു. ഫലമില്ല. അപ്പുറത്ത് കരിങ്ങാലിത്തടി കരിക്കുകയാണ്. ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നേരം സന്ധ്യയായി. സൂര്യഭഗവാൻ ഈ ദുഷ്കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ വയ്യെന്ന് തോന്നിയിട്ടോ എന്തോ മറഞ്ഞു. ഇരുട്ടായി. തെക്കേടത്ത് വീട്ടുകാർ ശ്വാസം അടക്കിയിരിക്കുകയാണ്. കാരണവർ പറഞ്ഞു, ഒന്നിൻ്റെ തല തെറിപ്പിച്ചാൽ ഞാൻ 100 പറ നെല്ല് ആശാന് തരും. ആശാൻ, അതായത് ശ്രീ ശങ്കുപണിക്കർ, ഭാഗ്യപ്രവൃത്തികൾ തൻ്റെ ഗൃഹത്തിൽ ഏകാന്തതയിൽ ഇരുന്ന് ചെയ്തു കൊള്ളാമെന്ന് വിടവാങ്ങി. പുളിയൻകണ്ടത്തെ
മേലെപ്പുറത്താണ് ശ്രീ ശങ്കുപണിക്കരുടെ ഭവനം. ലോകമൊക്കെ ഉറങ്ങുന്ന രാത്രി ചീവീടുകൾ ശബ്ദിക്കുന്നു. കാലൻകോഴി മരണത്തെ വിളിച്ചറിയിച്ച് കൂവുന്നു. എങ്ങും ഭീകരത. ശങ്കുപണിക്കർ ധർമ്മസങ്കടത്തിലാണ്. തൻ്റെ പിതാവും ഗുരുനാഥനുമായ മൺമറഞ്ഞുപോയ രാമപണിക്കർ നൽകിയ ഒരു ഉപദേശമുണ്ട്. അതാണ് ഒടുക്കത്തെ കൈ. അത് പ്രയോഗിച്ചാൽ ശത്രു നശിച്ചു, ഇല്ലെങ്കിൽ ബഹുജനങ്ങളുടെ ഇടയിൽ താൻ നിസ്സാരനായി പോകും. പ്രഭാതമാകുമ്പോഴേക്ക് പുളിയൻകണ്ടത്ത് ഒരു മരണം നടക്കണം. മനസാക്ഷിയും ശ്രീ ശങ്കുപണിക്കരും തമ്മിൽ ഗംഭീരവും സുദീർഘവുമായ ഒരു വാദകോലാഹലം നടന്നു. അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി. ഒടുക്കത്തെ പ്രയോഗം നോക്കുക തന്നെ. പാതിരയ്ക്കാണ് ചെയ്യേണ്ടത്. ഒരു തലയോട് വേണം, ഒരു മനുഷ്യന്റെ തലയോട്. ഇതിനെ ജയിക്കാൻ കഴിയുന്ന മന്ത്രവാദി ഉണ്ടായിട്ടില്ല. തൻ്റെ അധികാര അതിർത്തിക്കുള്ളിൽ കടന്നു വന്ന കല്ലടിക്കോടനെ ഒരു പാഠം പഠിപ്പിക്കണം. പക്ഷേ ഒരു തലയോട് എവിടെ നിന്ന് കിട്ടും? ചുഴിഞ്ഞാലോചിച്ചപ്പോൾ ഒരു ഞെട്ടലോടെ മൺമറഞ്ഞു പോയ മകളെ ഓർത്തു. അവൾ പറമ്പിൻ്റെ ഒരു മൂലയിൽ കാട് പിടിച്ചു കിടക്കുന്ന ആ കൊന്നച്ചുവട്ടിൽ മണ്ണിൽ കിടക്കുകയാണ്. മകളുടെ തലയോട് ഓർത്തപ്പോൾ ശ്രീ പണിക്കർ നടുങ്ങി. എങ്കിലും ഇതൊരാവശ്യമാണ്. മലകളിലകിയാലും മഹാന്മാരുടെ മനമിളകാൻ പാടില്ല. അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. തെക്കേടത്തുകാരുടെ പ്രശ്നമാണ്. ബഹുഭൂരിപക്ഷം പൗരികളുടെയും പ്രശ്നമാണ്. അദ്ദേഹം മൺവെട്ടിയെടുത്ത് മുറ്റത്തിറങ്ങി. നേരം അർദ്ധരാത്രി. ആകാശത്തിൽ ചന്ദ്രൻ കാർമേഘങ്ങൾക്ക് പിറകിലാണ്. നക്ഷത്രങ്ങൾ എന്തുകൊണ്ടോ മുനിയുകയാണ്. പ്രകൃതി പോലും സ്തംഭിച്ചു നിൽക്കുന്ന ഒരു മുഹൂർത്തത്തിൽ അദ്ദേഹം ഇറങ്ങി. ചുമലിൽ മൺവെട്ടി. ഇരുട്ടിൽ നടന്ന് മകളുടെ മൃതദേഹം 5 വർഷം മുമ്പ് കുഴിച്ചിട്ട സ്ഥാനത്തെത്തി. അന്ന് കുഴി വെട്ടിയത് തൻ്റെ കൈകൾ തന്നെ. അവിടേക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാട് പിടിച്ചു കിടക്കുകയാവുമെന്നാണ് കരുതിയത്. നോക്കുമ്പോൾ പുതിയ നനവുള്ള മണ്ണ് കാണുന്നുണ്ട്. പരദേവതയെയും ഗുരുനാഥനെയും സങ്കല്പിച്ച് അദ്ദേഹം മണ്ണ് വെട്ടി. ഉറച്ചു കിടക്കുകയായിരിക്കുമെന്നാണ് ധരിച്ചിരുന്നത്. അല്ല, എളുപ്പത്തിൽ മണ്ണിളകിപ്പോരുന്നു. വാർദ്ധക്യത്തിൽ ക്ലേശിക്കാതെ കഴിഞ്ഞു. അസ്ഥിയിൽ മൺവെട്ടികൊണ്ട ശബ്ദം കേട്ടപ്പോൾ വീരാഗ്രണിയായ ശങ്കുപണിക്കരുടെ ഹൃദയത്തിലും ഒരു പിടച്ചിലുണ്ടായി. അത് തൻ്റെ മകളാണ്. മണ്ണു മാറ്റി വിയർപ്പ് തുടച്ച് കുഴിക്കകത്ത് കുനിഞ്ഞിരുന്ന് തലയോട് എടുക്കാൻ അദ്ദേഹം കൈതാഴ്ത്തി. അപ്പോഴാണ് ശ്രീ ശങ്കുപണിക്കർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ നടുക്കമുണ്ടായിരിക്കുക. മകളുടെ തലയോടില്ല. ചതിച്ചു എന്നലറിക്കൊണ്ട് പണിക്കർ നിവർന്നു. അദ്ദേഹം ബോധരഹിതനായി വീണുപോയി. പിറ്റേന്ന് പ്രഭാതത്തിലാണ് കരുവാൻ ശങ്കരൻ, ഗർഭിണിയായ ഭാര്യയെ ബാധിച്ച ചുടലഭദ്രകാളി, ഒടിഭൈരവൻ തുടങ്ങിയവരുടെ കാര്യം ആലോചിക്കാൻ പണിക്കരുടെ സമീപമെത്തിയത്. പണിക്കർ പ്രസ്താവന ഇറക്കി. ഈ ജോലിയിൽ നിന്ന് ഞാൻ വിരമിച്ചിരിക്കുന്നു. വിഷയത്തെ മറ്റു വീക്ഷണകോണുകളിലൂടെയും നോക്കിക്കണ്ട ശേഷം നിങ്ങളുടെ ലേഖകൻ വിശദമായി മറ്റൊരു റിപ്പോർട്ട് അയക്കുന്നതാണ്. തൽക്കാലം ഇത്രമാത്രം.